നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ സ്വന്തം അഭിപ്രായത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: പല തരത്തിലുള്ള സ്പിരിച്വൽ വർക്കുകൾ ചെയ്യുന്ന ആളുകളാണ് ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക. സോ ഏത് തരത്തിലുള്ള സ്പിരിച്വൽ വർക്കും ആയിക്കൊള്ളട്ടെ, അതായത് മെഡിറ്റേഷൻ ആവാം, റേക്കിയോ യോഗയോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ? അതായത് ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ, അതാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്വയം തീരുമാനമാണ്. ഞാൻ ആരുടെ അടുത്തും നോൺ വെജ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ഞാനിതുവരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല അഭിപ്രായമാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തിനെ അവോയ്ഡ് ചെയ്യണം, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്തുകൊണ്ടാവരുത്. നമുക്ക് സ്വയം അതിൻ്റെ കാരണത്തെ മനസ്സിലാക്കി നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേത് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വന്തം അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നത് എൻ്റെ മാത്രം, അതായത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈവൻ റേക്കി ചെയ്യുമ്പോൾ പലരും, റേക്കിനെ പറ്റി ക്ലാസ് കൊടുക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല. എന്നാൽ ചില ആൾ പറയും, എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് നോൺ വെജും കഴിക്കരുത്, പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കാൻ പാടില്ല, അതുപോലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരിത് ഫോഴ്സ്ഫുള്ളിയാണ് ഒഴിവാക്കുന്നത്. എന്നാൽ ചില ഗുരുക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. നിങ്ങൾ കൃത്യമായിട്ട് റേക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അത്രയും മതി. നിങ്ങൾ നോൺ വെജ് കഴിച്ചോ, നിങ്ങൾ വെജ് കഴിച്ചോ, നിങ്ങൾ ആൽക്കഹോളാണോ കഴിക്കുന്നത്, അതൊന്നും ഇവിടെ ബാധകമല്ല. കാരണം അത്തരത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റേക്കി ഒരു ഡിവൈൻ എനർജിയാണ്. അത് ഈ സർവ്വചരാചരത്തിലും, അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ നമുക്ക് എന്തിൽ വേണമെങ്കിലും റേക്കി കൊടുക്കാം. അവിടെ നിങ്ങൾ എന്ത് ഭക്ഷിച്ചു, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യരാണ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ, നിങ്ങൾ പീരീഡ്സ് ആയിട്ടാണോ ഉള്ളത്, ഇനി പുരുഷന്മാരാണെങ്കിൽ മദ്യപിച്ചിട്ടാണോ ഉള്ളത്, ഇങ്ങനത്തെ ഒരു തരംതിരിവും ആ എനർജിക്കില്ല. രേഖി എന്ന് പറയുന്ന എനർജിക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചില ഗുരുക്കന്മാർ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഈ കാര്യത്തിൽ വെക്കുന്നില്ല. എന്നാൽ ചിലർക്ക് നിർബന്ധമാണ് നോൺ വെജ് കഴിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഗുരുക്കന്മാർ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, അതും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറയുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചം നിലനിൽക്കുന്നത് പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംയോജനമാണ് ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത്. സോ ജീവനുള്ളതും ഇല്ലാത്തതുമായ A to Z കാര്യങ്ങൾ പ്രകൃതി നിലനിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു റൂട്ട് കോസാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രകൃതിയിലെ A to Z കാര്യങ്ങളും, അത് നേരത്തെ പറഞ്ഞതുപോലെ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏത് കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 3 ക്വാളിറ്റീസ്. ത്രിഗുണ എന്നാണ് പറയുക. ത്രിഗുണാസ് എന്ന് പറയുന്നത് സംസ്കൃത് വേർഡാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെ നമ്മൾ നിശ്ചയിക്കുന്നത്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഈ 3 ക്വാളിറ്റീസുമായിട്ട് ഒരു കണക്ഷനുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ
ഫുഡ് എന്ന് പറയുന്നതും ഒരു എനർജിയാണ്. എല്ലാം എനർജിയാണ്. നമ്മൾ കേൾക്കുന്ന ശബ്ദവും എല്ലാം എനർജിയാണ്. ഞാൻ ഒരുപാട് തവണ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. കാരണം അത് എനർജി ആയതുകൊണ്ടാണ് അത് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വരുന്നത്, നമ്മൾ എനർജൈസ്ഡ് ആവുന്നത് അല്ലേ. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളെ അനുസരിച്ചിരിക്കും ഒരു വ്യക്തി പ്രകടമാക്കുന്ന അവനിലെ ക്വാളിറ്റീസ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന സത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നാം എന്ത് കഴിക്കുന്നുവോ അതിലുള്ള എനർജി അനുസരിച്ചിരിക്കും നാം കാണിക്കുന്ന നമ്മളിലെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ 3 ഗുണങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. മനസ്സിൻ്റെ 3 ഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ 3 ഗുണങ്ങൾ തമസ്, രജസ്, സത്വഗുണ, ഇങ്ങനെ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളും നാം കഴിക്കുന്ന ഭക്ഷണവുമായി കണക്ട് ചെയ്ത് നമ്മളിൽ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കാണിക്കും. ഈ 3 ഗുണങ്ങളും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിചാരിക്കും ഈ പല വാക്കുകളും, അതായത് സത്വഗുണ അല്ലെങ്കിൽ തമോ ഗുണം എന്ന് പറയുമ്പോൾ തമോ ഗുണം എന്ന് പറയുന്നത് താപസികൾക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സത്വഗുണം എന്ന് പറഞ്ഞാൽ സാത്വികരായിട്ടുള്ള ഭാവമായിരിക്കാം. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ 3 ഗുണങ്ങളും ഒരുവനിൽ ഉണ്ട് എന്നതാണ്. ഏത് വസ്തുവിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. പക്ഷേ അത് വേരിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കുക, ഇത് വേരിയേറ്റ് ചെയ്തുകൊണ്ട്, ഈ ക്വാളിറ്റീസ് എപ്പോഴും വേരിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ തമസ് എന്ന് പറയുന്ന ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് തമസ് എന്ന് പറയുന്നത്. അതായത് പ്രവർത്തനരഹിതമായിരിക്കും, ഭയങ്കര മടിയായിരിക്കും, ഇല്യൂഷൻ, അതായത് മായയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അത്യാഗ്രഹം, അജ്ഞത, എന്തിനോടും ഓവർ അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതാണ് തമസ് എന്ന് പറയുന്ന ക്വാളിറ്റി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങളിൽ ഇത്തരത്തിലുള്ള എല്ലാവരിലും ഉണ്ടാവും. എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമുക്ക് മടി തോന്നാറില്ലേ? മടി എന്ന് പറയുമ്പോൾ എത്ര ആക്റ്റീവായിട്ടുള്ള മനുഷ്യനും സംടൈംസ് നമുക്ക് മടി തോന്നും. ബിക്കോസ് ആ സമയം നമ്മളിൽ പൊങ്ങി വരുന്ന ഏത് ക്വാളിറ്റിയാണ്? തമസ് എന്ന് പറയുന്ന ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എങ്കിൽ മനസ്സിലാക്കുക, നമ്മളിൽ തമസ് എന്ന് പറയുന്ന ക്വാളിറ്റിയാണ് ഉയർന്നു നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം രജസ്, മനസ്സിൻ്റെ സജീവ പ്രവർത്തന തലം എന്ന് വേണമെങ്കിൽ പറയാം. വിശ്രമമില്ലാത്ത സദാ കർമ്മനിരതനായിട്ടുള്ള മനസ്സിൻ്റെ തലം. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളതും നേട്ടം കൈവരിക്കുന്നതുമായ മനസ്സിൻ്റെ തലമാണ് രജസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം നേടണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടാകുമ്പോൾ വളരെ ഡെഡിക്കേഷനോട് കൂടി ഫുൾ ടൈം എനർജൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ ചില വ്യക്തികളെ പറയില്ലേ എപ്പോഴും ആക്റ്റീവാണ് ആൾ, അവർക്ക് രജോ ഗുണം അധികമാണ്. അതുപോലെ സത്വഗുണം പറയുമ്പോൾ ഇത് പ്രവർത്തനവും ജഡത്വവുമായ മനസ്സിൻ്റെ തലമാണ് സത്വഗുണം എന്ന് പറയുന്നത്. അതായത് സന്തോഷമുണ്ട്, ശാന്തവുമാണ്, ധ്യാനമുണ്ട്, ദയയുണ്ട്, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഈ 3 ഗുണങ്ങൾ ഇതെല്ലാവരിലും ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്. സോ എല്ലാവരിലും അത് ജീവനുള്ളതും ഇല്ലാത്തതുമായ എന്നൊരു വ്യത്യാസമില്ല. ഈ 3 ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് ഫ്ലോ, നമ്മുടെ ശരീരത്തിലുള്ള രക്തം ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്നത് രജോ ഗുണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ്? രജോ ഗുണം എന്ന് പറയുന്നത് സംടൈംസ് അല്ല, എല്ലാ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെ നാഡികളിലൂടെ രക്തം സദാ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് രജോ ഗുണമാണ്, അതെപ്പോഴും ഉണ്ടല്ലോ. ഇനി
നമ്മുടെ മനസ്സ് പലതിലും മാറി മാറി സഞ്ചരിക്കുന്നത് രജോ ഗുണമാണ്. ഒരേ കാര്യത്തിൽ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ലേ, അത് അങ്ങനെ വേണോ അല്ല ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ വേറെ രീതിയിലായാലോ, ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നത് നമ്മളിലെ രജോ ഗുണത്തിൻ്റെ എഫക്റ്റാണ്. എന്നാൽ മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തീരുമാനമാവാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്നർ സെൽഫിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമുക്ക് സെൽഫ് ലവ് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ സത്വഗുണത്തിൻ്റെ ക്വാളിറ്റീസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം എല്ലാം നമ്മളിലില്ലേ? ഉണ്ട്. 5 എലമെൻറ്റ്സ്, അതായത് 5 ഘടകങ്ങൾ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട 5 ഘടകങ്ങൾ, പഞ്ചതത്വങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കുകയും ആ എലമെൻസിനെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയും അതിനെ മനസ്സിലൂടെ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന അപ്പോഴാണ്. നമ്മൾ ഏതൊരു കാര്യം, നമ്മൾ എന്തും മനസ്സിലാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ഏത് കാര്യത്തെയും എല്ലാം 5 എലമെൻറ്റ്സാൽ നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ. ഈ എലമെൻറ്റ്സിനെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ പ്രോസസ്സ് ചെയ്തെടുത്ത് നമ്മൾ തിരിച്ച് കാണിക്കുന്ന എന്താണോ അതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ഗുണങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന അന്തിമ ഘടകങ്ങളാണെന്ന് തന്നെ പറയാം. അതായത് ഒരു കാര്യത്തെ ഒരു വ്യക്തി ഏത് തരത്തിലെടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് അവൻ്റെ ക്വാളിറ്റീസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്വഗുണം നിറഞ്ഞ ഒരു ആൾ വളരെ പ്യുവറും പോസിറ്റീവും ആയിരിക്കും, സ്പിരിച്വൽ ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും. ഏത് സാഹചര്യത്തിലും വളരെ ശാന്തമായിട്ടായിരിക്കും പ്രവർത്തിക്കുക, വളരെ ശാന്തമായിരിക്കും ആൾ. അതുപോലെ ലവ്, കൈൻഡ്നസ്, ഹാപ്പിനെസ്, നല്ല ആരോഗ്യം, ഇവയെല്ലാം ഇവർക്ക് ഉണ്ടാവുമായിരിക്കും. അടുത്തത് രജസിക് പേഴ്സൺ ആണെങ്കിൽ ആഗ്രഹവും അറ്റാച്ച്മെൻറ്റും നിറഞ്ഞ ആളുകളായിരിക്കും. സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള രജോ ഗുണമാണ് ഉള്ളതെങ്കിൽ അവർ നേട്ടം കൈവരിക്കുകയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസും ആയിരിക്കും. ഇനി തമോ ഗുണം നിറഞ്ഞ ആളുകളാണെങ്കിൽ മായയിലായിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക, ഫുൾ നെഗറ്റീവായിരിക്കും, വളരെ ഡള്ളായിരിക്കും, ഇനാക്റ്റീവായിരിക്കും. ഇനി ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ ആൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും ഉറക്കമൊക്കെ കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ളവർ അത്യാവശ്യം പരിഗണിക്കുന്ന ആളുകളുമായിരിക്കും. ഇൻബാലൻസ്ഡ് ആണെങ്കിൽ വളരെ പൊസസീവ്നെസ്സും സ്വന്തം കാര്യം മാത്രം ചിന്താവാദം പറയുന്ന ആളുകളും ആയിരിക്കും. അപ്പോൾ ഈ ക്വാളിറ്റീസും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള എനർജി അനുസരിച്ചിട്ട് നമ്മളിൽ ഈ 3 ക്വാളിറ്റീസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഗുണം അത് സത്വഗുണമാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നെയ്യ്, പാല് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് സത്വഗുണം നിറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും. ഇനി ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഒണിയൻ ഉണ്ടല്ലോ, സവാള, സ്പൈസസ്, കഫീൻ അടങ്ങിയ ഭക്ഷണ ഐറ്റംസ്, അതുപോലെ ബ്ലാക്ക് ടീ, ചോക്ലേറ്റ്, എഗ്ഗ്, മീറ്റ് ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ രജോ ഗുണം അടങ്ങിയിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ കാണിക്കുക, ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ. അതുപോലെ സത്വഗുണമാണെങ്കിൽ വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക, നൈറ്റിൽ വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക. അതുപോലെ ആൽക്കഹോളിക് ആയിരിക്കും, മദ്യപാനം ഉണ്ടാവുക, പുകവലി, പിന്നെ പല തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരിൽ തമോ ഗുണമായിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലില്ലേ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് നമ്മളെല്ലാവരും ഇതൊക്കെ കഴിക്കണത് അല്ലേ, ഇവർ കാണിക്കുന്ന ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം. മദ്യപിക്കുന്ന ആളുകൾ അല്ലേ, മദ്യപിക്കുന്ന ആളുകൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അവർ സാത്വിക ഗുണം, അതായത് സത്വഗുണം കൂടുതലായിരിക്കും ഉണ്ടാവുക.
ഇവരെപ്പോഴും എന്തായിരിക്കും, എപ്പോഴും വളരെ ഒരു വീക്കായിരിക്കും ആളുകൾ, അല്ലേ? സത്വഗുണം എന്ന് പറയുമ്പോൾ എന്താണ്, വീക്കായിരിക്കും. പ്രവർത്തനം ഉണ്ടോയെന്ന് വെച്ചാൽ പ്രവർത്തനമുണ്ട്, എന്നാൽ ജഡത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയെന്ന് അറിയില്ല നമ്മൾ, അങ്ങനെയും പറയാം. സാത്വിക ഗുണം എന്ന് പറഞ്ഞത് ശാന്തനായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ചില ആൾ നിങ്ങൾക്കറിയാം, മദ്യപിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ വളരെ സൈലൻ്റ് ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര ബഹളമായിരിക്കും. ഇനി തമോ ഗുണം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന ആളുകൾ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുന്ന ആളുകളായിരിക്കും, അല്ലേ? അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചിട്ട് നമ്മുടെ ക്വാളിറ്റീസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് എന്തുകൊണ്ട് നമ്മൾ നോൺ വെജ് കഴിക്കരുത് എന്ന് പറയുന്നത്. അതിനുള്ള എനർജി അനുസരിച്ചിട്ട് നമ്മളിൽ രജോ ഗുണം ഉണർന്നു നിൽക്കും, അതായത് ഓവറാവും. നമ്മൾ കൂടുതൽ നോൺ വെജ് ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ രജോ ഗുണം ഓവറാവും. ഇത് ഓവറായി കഴിഞ്ഞാൽ എന്ത് പറ്റും, എന്താ പറ്റുക? നമുക്ക് സെൽഫ് സെൻറ്റേർഡ് ആവുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അത് മാത്രമല്ല, ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഈ രജോ ഗുണം കൂടുതലായി കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ പറയില്ലേ, എല്ലാ കാര്യവും അങ്ങ് എല്ലാം കൂടുതലായിട്ട് ചെയ്യാം. എന്തിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് ഓവറാവുക. അതാണ് രജോ ഗുണം കൂടിയുള്ള പ്രശ്നം. ഈ രജോ ഗുണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം എന്തുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ക്വാളിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാവരിലും ഈ ഗുണങ്ങളുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഏതാണ് ഏറ്റവും നല്ലത്, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ കാണിക്കുക, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ കാണിക്കുക, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ആയിരിക്കും. സോ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.